കടമാനത്തോട് ജലസംഭരണ പദ്ധതിയുടെ ആശങ്കയിൽ പുൽപ്പള്ളി നിവാസികൾ. പദ്ധതി യാഥാർത്ഥ്യമായാൽ പുൽപ്പള്ളി രണ്ടായി വിഭജിക്കപ്പെടുമെന്നും തങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. പദ്ധതിക്കെതിരെ സേവ് പുൽപ്പള്ളി എന്ന സംഘടനയും രംഗത്തുണ്ട്. ജില്ലയിൽ വരൾച്ച നേരിടുന്ന പ്രദേശങ്ങളായ പുൽപ്പള്ളി, പൂതാടി, മുള്ളൻകൊല്ലി എന്നിവിടങ്ങളിൽ കുടിവെള്ള ലഭ്യതയും ജലസേചനവും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ് കടമാന്തോട് ജലസേചന പദ്ധതി. കബനി നദിയുടെ കൈവഴിയായ കടമാന്തോടിന് കുറുകെയാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ജില്ലയിലെ 1940 ഹെക്ടർ കൃഷിഭൂമിയിലേക്ക് പദ്ധതിയിലൂടെ വെള്ളമെത്തിക്കാൻ സാധിക്കുമെന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത. 2000 കോടിയുടെ പദ്ധതിയാണ് സർക്കാർ വിഭാവനം ചെയ്തത്. എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമായാൽ പുൽപ്പള്ളി രണ്ടായി വിഭജിക്കപ്പെടുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ഈ നാട്ടിലെ ഏതാണ്ട് 500 കുടുംബങ്ങളെ നേരിട്ടും അതിന് ഇരട്ടി ആൾക്കാരെ പരോക്ഷമായും ബാധിക്കുന്ന ജനങ്ങളെ ഈ നാട്ടിൽ നിന്ന് കുടിയിറക്കുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഇന്ന് ഒരു സെന്റ് സ്ഥലം വിൽക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിന് അത്യാവശ്യ കാര്യങ്ങൾ നടത്താനോ ഒരു ലോൺ എടുക്കാനോ ഒന്നും ഇന്ന് ബാങ്കുകൾ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇതിലുള്ള ആശങ്ക പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യപ്പെടാനുള്ളത്. ഒരു കാരണവശാലും പുൽപ്പള്ളി വിട്ടുപോകില്ല എന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങൾക്ക് ദൂരോട്ട് പോകാനും പറ്റത്തില്ല. ഇനി ഒരു അധ്വാനിച്ച് ഇങ്ങനെ ഒരു വീട് പണിയാനോ ഞങ്ങളുടെ പറമ്പിൽ ആദായം പിടിക്കാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ രോഗാവസ്ഥയിൽ ഓരോന്നും വരുന്നോണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാനുള്ള ആഗ്രഹമുണ്ട്. അത് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. വരുന്നുണ്ടോ വരുന്നില്ലയോ, ഒരു 10 സെൻറ്റ് സ്ഥലം വീട്ടിൽ അവരെ പഠിപ്പിക്കാനോ അവരുടെ കല്യാണം നടത്താനോ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ എന്തെങ്കിലും ഒരു കൃഷി മുന്നോട്ട് പോകാൻ ആർക്കും താല്പര്യമില്ല. കാരണം പേടിയാണ്. നിലവിൽ വന്യമൃഗശല്യവും ഇവിടെ രൂക്ഷമാണ്. പദ്ധതി യാഥാർത്ഥ്യമായാൽ കൂടുതൽ മൃഗങ്ങൾ വെള്ളത്തിനായി നാട്ടിലേക്ക് എത്തുമെന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട്. ജില്ലയിലെ മറ്റ് പദ്ധതികളായ കാരാപ്പുഴ, ബാണാസുര സാഗർ എന്നിവ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താതെ ഇത്തരം ഒരു പദ്ധതി വേണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് മലയാളം, വയനാട്.